പ്രധാന വിപ്ലവ പ്രസ്ഥാനങ്ങളും അവയുടെ നേതാക്കളും നമുക്ക് കോഡിലൂടെ ഒന്ന് പഠിച്ചെടുത്താലോ. അപ്പൊ നോക്കൂ, അനുശീലൻ സമിതി. ആരാണ് അനുശീലൻ സമിതി രൂപീകരിച്ചത്? അനുശീലൻ സമിതി രൂപീകരിച്ചിട്ടുള്ളത് ബരീന്ദർ കുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസും ചേർന്നിട്ടാണ്. ആരൊക്കെയാണ്? ബരീന്ദർ കുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസും ചേർന്നിട്ടാണ് അനുശീലൻ സമിതി രൂപീകരിച്ചിട്ടുള്ളത്. അനുശീലൻ സമിതി ബരീന്ദർ കുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ്. ഇനി നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? അപ്പൊ അനുശീലൻ സമിതി എന്ന് പറയുമ്പോൾ നമുക്ക് അനുസരണാശീലം എന്ന് കണക്ട് ചെയ്യാം. എന്താണ്? അനുശീലൻ സമിതി എന്ന് പറയുമ്പോൾ അനുസരണാശീലം. നമുക്ക് അനുസരണാശീലം പൊതുവെ കുറവാണ് അല്ലെ. അപ്പൊ ബരി എന്ന് പറയുമ്പോൾ നമ്മൾ മലപ്പുറം സൈഡിലോട്ട് വരാൻ എങ്ങനെ പറയും? ബരി അല്ലെ. ബരി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പുലി പോലെ ഓടും എന്നോർക്കാം. ബരി എന്ന് പറയുമ്പോൾ നമ്മൾ പുലി പോലെ ഓടും. അപ്പൊ ബരി എന്നതിൽ നിന്ന് ബരീന്ദർ കുമാർ ഘോഷ് കണക്ട് ചെയ്യുക. പുലി പോലെ ഓടും അല്ലെ. അപ്പൊ പുലി എന്നതിൽ നിന്ന് പുലിൻ ബിഹാരി ദാസും കണക്ട് ചെയ്യാലോ. അപ്പൊ അനുശീലൻ സമിതി രൂപീകരിച്ചിട്ടുള്ളത് ബരീന്ദർ കുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസും ചേർന്നിട്ടാണ്. ഇനി അഭിനവ് ഭാരത് സൊസൈറ്റി. അഭിനവ് ഭാരത് സൊസൈറ്റി രൂപീകരിച്ചത് VD സവർക്കർ ആണ്. അഭിനവ് ഭാരത് സൊസൈറ്റി രൂപീകരിച്ചിട്ടുള്ളത് VD സവർക്കർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർക്കാം? അഭിനവ് ഭാരത് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അഭിനവ് ഒരു കുട്ടിയുടെ പേര് കണക്ട് ചെയ്യുക. അഭിനവ് അഭിനവ് നല്ല വർക്കർ ആണ് എന്നോർക്കാം. അഭിനവ് നല്ല വർക്കർ ആണ്. അപ്പൊ വർക്കർ എന്നതിൽ നിന്ന് സവർക്കർ കണക്ട് ചെയ്യാലോ. അഭിനവ് നല്ല വർക്കർ ആണ്. ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത് ലാല ഹർദയാലാണ്. ഗദ്ദർ പാർട്ടി ലാല ഹർദയാലാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർക്കാം? അപ്പൊ ഗദ്ദർ പാർട്ടി എന്ന് പറയുമ്പോൾ പാർട്ടിയിലുള്ള ആളുകൾ പൊതുവെ ഖാദി വസ്ത്രം, ഗദ്ദർ വസ്ത്രമാണ് ധരിക്കാറ് അല്ലെ. ഗദ്ദർ വസ്ത്രമാണ് ധരിക്കാറ്. അപ്പൊ അവര് ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്നോർക്കാം. ഹൃദയം എന്നതിൽ നിന്ന് ഹർദയാൽ. ഗദ്ദർ പാർട്ടി ലാല ഹർദയാലാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഇനി ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചിട്ടുള്ളത് സൂര്യസെൻ ആണ്. അപ്പൊ എങ്ങനെ ഓർക്കാം? റിപ്പബ്ലിക് ഡേയുടെ അന്ന് ആർമിക്കാർ എന്ത് ചെയ്യും? പരേഡ് നടത്തും അല്ലെ. ആർമിക്കാർ പരേഡ് നടത്തും. അപ്പോൾ നല്ല ചൂട്, സൂര്യന്റെ ചൂടൊക്കെ സഹിച്ചുകൊണ്ട് എന്ത് ചെയ്യും? റിപ്പബ്ലിക് ഡേയുടെ അന്ന് ആർമിക്കാർ പരേഡ് നടത്തും എന്നോർത്താൽ മതി. അപ്പോൾ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചിട്ടുള്ളത് സൂര്യസെൻ ആണ്. ഇനി ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചിട്ടുള്ളത് റാഷ് ബിഹാരി ബോസ് ആണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ കൂടുതൽ ബീഹാറികളാണ് എന്നോർക്കാം. കൂടുതൽ എവിടെ നിന്നുള്ള ആളുകളാണ്? ബീഹാറിൽ നിന്നുള്ള ആളുകളാണ്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചിട്ടുള്ളത് റാഷ് ബിഹാരി ബോസ് ആണ്.